വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ മീൻ കറിയാണ്. അതിനായി നമുക്ക് സ്റ്റവ് ഓണാക്കണം. ഇനി നമുക്ക് ഒരു കുക്കർ സ്റ്റൗവിൽ വെക്കാം. ഇപ്പോൾ കുക്കറ് ഉണങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഓയിൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവാള ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാള ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, വലിയ ജീരകം കൂടെ മിക്സ് ചെയ്ത് ചതച്ച് വെച്ചിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് പച്ചമുളക് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. ഏത് മുളക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുള്ള മുളകാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മുളക് വേണമെങ്കിലും യൂസ് ചെയ്യാം. കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ഞങ്ങളെ വീട്ടിൽ ഉണ്ടായ കരിവേപ്പിലയാണ്. നാടൻ കരിവേപ്പിലയാണ് ഏറ്റവും ടേസ്റ്റ്. അതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ ശ്രമിക്കണേ. നമുക്കൊന്ന് അത് ഇളക്കി ചേർക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പപ്പായയാണിത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഇളക്കി ചേർക്കാം. ഒരു വെറൈറ്റി ഫിഷ് കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലവണ്ണം ഇളക്കി ചേർക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ലവണ്ണം ഇളക്കി ചേർക്കുക. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി ചേർക്കുക. ഇനി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ 3 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി ചേർക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റിയുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ലവണ്ണം ഇളക്കി ചേർക്കുക. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് കറിയല്ലേ വേണ്ടത്, അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. നല്ലവണ്ണം ഇളക്കി ചേർക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം.
അതിന് നമ്മുടെ ആവശ്യത്തിന് എത്ര വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ 1.25 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലവണ്ണം ഇളക്കി ചേർക്കുക. കുക്കറിലായതുകൊണ്ട് കൂടുതലൊന്നും വെള്ളം യൂസ് ചെയ്യരുത്, കാരണം അത് കൂടിപ്പോയാൽ പിന്നെ ടേസ്റ്റ് കുറയും. കുക്കറിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കുക്കറിലാവുമ്പോൾ കുറച്ച് വെള്ളം യൂസ് ചെയ്യാൻ ശ്രമിക്കണേ. ഇനി ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് കുറച്ച് കമ്മിയാണ്, അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി ചേർക്കാം. നല്ല ടേസ്റ്റിയുള്ള കറിയാണ്. ഞങ്ങളിവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. നിങ്ങളതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ, എന്നിട്ട് കമൻറ്റ് ചെയ്യണേ. ഹലോ ഗായ്സ്, ഇനി നമുക്കിത് മൂടി വെക്കാം. ഒരു 6-7 വിസിൽ അടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഫുൾ സ്പീഡിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ബീഫ് കറി ഒരു 7 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ആവി പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് തുറന്ന് നോക്കിയാൽ മതി, അല്ലാഞ്ഞാൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. ഹലോ ഗായ്സ്, അപ്പോൾ ഇതിൻ്റെ ആവിയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റിയുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.